ഈ 50,000 രൂപ വീതം കൊടുക്കാനാണെങ്കിൽ, മരിച്ചവരുടെ കുടുംബത്തേക്ക് 2 ലക്ഷം വീതം കൊടുക്കാനാണെങ്കിൽ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിയ വായിൽ ബഹളം വെച്ച് പിരിക്കുന്നത്? ഇപ്പോൾ തന്നെ 142 കോടി കിട്ടി. സഖാക്കൾ പറയുന്ന 500 കോടി ആകുമെന്നാണ്. വീട് വെച്ച് കൊടുക്കുന്നത് നിങ്ങളല്ല, അനേകം പേർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും പറഞ്ഞിരിക്കുന്ന വീട് മാത്രം 200 വീടുണ്ട്, സൗജന്യമായി വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ചിലർ വന്നിരിക്കുന്നു. 50 വീടും 100 വീടും പ്രഖ്യാപിച്ചവരുണ്ട്. 1ഉം 2ഉം വീട് വെച്ചു കൊടുക്കാം, വ്യക്തിപരമായി തന്നെ വെച്ചു കൊടുക്കാൻ തയ്യാറായവരുണ്ട്. അങ്ങനെ ഏതാണ്ട് 1000-ഓളം വീടുകൾ വയ്ക്കാൻ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന് വീട് വയ്ക്കാൻ ചെലവൊന്നുമില്ല, ഭൂമി കണ്ടെത്തി കൊടുത്താൽ മതി. എന്നിട്ടും നീ 142 കോടി രൂപ പിരിച്ചിട്ട് 2 ലക്ഷം ഉലുവ കൊടുത്ത് തലയൂരാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? 6000 രൂപ വീതം വാടക കൊടുക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്, അത് വേഗം കൊടുത്താൽ മതി. ഈ 2 ലക്ഷം കൊടുത്ത് നിങ്ങൾ ബാക്കി എത്ര കോടിയാവും നിങ്ങളുടെ ഈ 2 ലക്ഷം വഴി കൊടുത്താൽ? ഈ 2 ലക്ഷം വെച്ച് 500 പേർക്ക് കൊടുക്കുക, പിന്നെ എല്ലാവർക്കും 50,000 രൂപ വീതം വീതിച്ചു കൊടുക്കുക. എന്തൊരവസ്ഥയാണിത്! ഓർക്കണം, ബാക്ക് ടു ഹോം എന്ന് പറയുന്ന പദ്ധതിയുമായി മുഖ്യമന്ത്രിയുടെ മരുമകൻ രംഗത്ത് വന്നിട്ടുണ്ട്. വീടുകളിലേക്കുള്ള സകല സാധനങ്ങളും എത്തിക്കാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിനും 5 പൈസ സർക്കാർ മുടക്കില്ല. അപ്പൊ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന 142 കോടി രൂപ, ഇനിയും ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന പണം, പലരും ശേഖരിച്ച് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് തരുമെന്ന് പറഞ്ഞിരിക്കുന്ന പണം, ഇത് നിങ്ങൾ എന്നാ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എന്ത് കഷ്ടമാണിത്! പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പണം പിരിക്കുന്നത്? 2018-ലും 2019-ലും നിങ്ങൾ പിരിച്ച 232 കോടി രൂപ ഇപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്. ഇതും അങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനാണോ?